ഹായ് ഗായ്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂണ ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അത് ഓൾറെഡി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട് അരി. കൈമ റൈസാണ് യൂസ് ചെയ്ത്. ഓക്കെ, ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ബ്രൗൺ കളർ ആയിട്ട് വരുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതാ നനച്ച് വെച്ച് മാസ് ഇങ്ങനെ ക്രഷ് ചെയ്ത ട്യൂണ ഫിഷാണ്. ഓക്കെ, അപ്പോൾ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കുക, മൂക്ക് ലൈക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന വരെ. അതിൻ്റെ കൂടെ മസാല ഒക്കെ ഇടാം. ഓക്കെ, അപ്പോൾ സൈഡിൽ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അരിക്ക് വേണ്ടിയിട്ട്. ക്ലോവ് ഇട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇടാം. നെയ്യിടാം. ചിലവർ വിനാഗിരിയൊക്കെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം, ഡബിളാണ്. ഓക്കെ, ഒന്ന് നനച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. 2 ആൾക്കാണ് ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ഡിഷാണ് ട്യൂണ ഫിഷ് ബിരിയാണി. അപ്പോൾ ട്യൂണ ഫിഷ് ഇവർ എന്താ ചെയ്യുക പറഞ്ഞാൽ നന്നായിട്ട് വെള്ളത്തിൽ ബോയിൽ ചെയ്യും. നന്നായിട്ട് വെള്ളത്തിൽ ബോയിൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ എല്ലൊക്കെ സോഫ്റ്റ് ആവും. പിന്നെ നല്ല വെയിലത്ത് ഉണക്കി വെക്കും. കുറേ ദിവസം ഉണക്കിയിട്ട് 1 വർഷത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മസാലകളൊക്കെ ഉണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇടാം. പിന്നെ ചിക്കൻ മസാല നിങ്ങളുടെ ആ ക്വാണ്ടിറ്റീനനുസരിച്ചിട്ട് ഒക്കെ മസാല ഇടാം. പിന്നെ കുരുമുളക് പൊടിയും ഇടാം. ഓക്കെ, നല്ല മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി. നല്ല ടേസ്റ്റി ഡിഷാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യണം. ഇത് ലക്ഷദ്വീപിൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ സൈഡിൽ ഞാൻ തേങ്ങ അരച്ച സംഭവം ഞങ്ങൾ തേങ്ങ ചോറ് പറയാം. അപ്പോൾ തേങ്ങ ചോറിൻ്റെ ഒപ്പം ഈ മസാല ഒക്കെ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ ചോറ് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. 1 വിസിൽ മതി കേട്ടോ. തേങ്ങ അതിലേക്ക് ഒഴിക്കുക. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം. ബിക്കോസ് അത് പച്ച തേങ്ങ അല്ലേ. ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മസാല പിടിച്ച മസാല എടുത്തിട്ട് അതിലിടാം. ഓക്കെ, നല്ല മിക്സ് ചെയ്യാം ചോറിൻ്റെ ഒപ്പം. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്, ഉറപ്പായിട്ട് കഴിക്കണം. അത് നിങ്ങൾക്ക് കരയിലും കൂടി കിട്ടുന്ന സംഭവമാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ്, ബിക്കോസ് ഷെൽഫ് ലൈഫ് അതിൻ്റെ കുറച്ച് കൂടുതലാണ്. 1 വർഷം വരെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചട്നി ആയിട്ട് ഉണ്ടാക്കാം, ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കാം. ഈ ഫിഷിൻ്റെ ഇതിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബിരിയാണി അങ്ങനെയൊക്കെ.